ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് 3% ഇടിഞ്ഞു. പല ബില്യൺ US$ നാശനഷ്ടങ്ങളായിരുന്നു ഇസ്രായേലിന് സംഭവിച്ചത്. ഇസ്രായേൽ കടുത്ത രോഷത്തോടെ ഇതിനുള്ള പ്രതികാരം വളരെ ശക്തമായിരിക്കും എന്ന ഒരു അറിയിപ്പ് നടത്തി. ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ അറ്റാക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ ആശുപത്രി ആക്രമണം എങ്ങനെയാണ് ഇസ്രായേൽ തടയാൻ മറന്നുപോയത്, അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അത് തടയാൻ സാധിച്ചില്ല? ഇറാൻ ഈ ആശുപത്രി എങ്ങനെയാണ് ആക്രമിച്ചത്? ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്നലെ ഇറാൻ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു. ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഞങ്ങൾ ബൈപാസ് ചെയ്യുന്നതിന്റെ ലൂപ്പ് ഹോൾ കണ്ടെത്തി, ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിച്ചു എന്നും പറഞ്ഞു. ഈ സന്ദേശം നൽകിയ അടുത്ത ചില മണിക്കൂറിൽ തന്നെ ഇറാൻ അവരുടെ ഒരു പുതിയ തരം സെജിൽ മിസൈൽസ് അയക്കുന്നു. സെജിൽ മിസൈൽസ്, ഖേബർ മിസൈൽസ്, ഈ 2 മിസൈൽസും അയച്ചവർ അതെങ്ങനെ വർക്കാകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു 2-3 മിസൈൽസ് മാത്രമേ അയച്ചു കാണൂ എന്ന് കരുതി ഇസ്രായേലും ഇത് വലിയ കാര്യമായി എടുത്തില്ല. ആകെ 7 മിസൈലായിരുന്നു വന്നത് എന്നും ഇസ്രായേൽ ഒരു കണക്ക് പറയുന്നു. സെജിൽ മിസൈൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കും. ആ മിസൈൽ തീർച്ചയായും ഇസ്രായേലിന് ഒരു വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന് ഇറാൻ അതിന്റെ ഒരു ആമുഖമൊക്കെ കൊടുത്തിരുന്നു. അവസാനം സെജിൽ മിസൈലിനെ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു, ഇതാണോ നിങ്ങൾ പറഞ്ഞ വലിയ പ്രത്യാഘാതം? ഇങ്ങനെ ഇസ്രായേൽ ചോദിച്ചു. ഇറാൻ ആ സമയം ഒരു മറുപടി നൽകിയില്ല. പെട്ടെന്ന് രാവിലെ മുതൽ ഒരു വാർത്ത പുറത്തു വന്നു. ടെൽ-അവീവ് പ്രദേശത്ത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ കെട്ടിടങ്ങളെല്ലാം തകർന്ന് വീണു എന്ന്. അവിടെ നിന്നും വരുന്ന വിഷ്വൽസ് അതൊക്കെ നമ്മെ കൊണ്ട് വിശ്വസിക്കാനേ സാധിക്കില്ല. ടെൽ-അവീവ്, ഗ്രേറ്റർ ടെൽ-അവീവ് എന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങളുടെ ഗ്ലാസുകളെല്ലാം പൊട്ടിത്തെറിക്കുന്നു, കോൺക്രീറ്റ് എല്ലാം ചിതറിക്കിടക്കുകയാണ്. എങ്ങനെയാണോ ഗാസ പ്രദേശത്തുള്ള കെട്ടിടങ്ങളെല്ലാം, ഏതവസ്ഥയിലായിരുന്നു ഗാസ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത്, സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ടെൽ-അവീവിൽ ഇപ്പോൾ ഈ ഒരു കെട്ടിടങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ ഹൈ റൈസിംഗ് ബിൽഡിംഗിൽ അറ്റാക്ക് നടത്തുക ഒരു സാധാരണ കാര്യമേ അല്ല. കാരണം ഇത് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയയാണ്, ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന, ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശം. അത്തരമൊരു പ്രദേശത്ത് തീർച്ചയായും ഇസ്രായേൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാതിരിക്കില്ല. ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ്, നമുക്കറിയാം. ഇസ്രായേലിലെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം എന്നത് ലോകത്തിലെ തന്നെ നമ്പർ 1 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അയൺ ഡോമൊക്കെ ഇസ്രായേൽ ഇന്നുവരെയും കോളർ പൊക്കി പറയുന്ന അവരുടെ അഭിമാനമാണ്. അത്തരമൊരു വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇറാൻ ദിനം പ്രതി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 470-ലധികം മിസൈൽസ്, ഓരോന്നും ഓരോ തരം, ഓരോ ക്ലാസ് ആണ്. ഇത്തരം മിസൈൽസ് അയച്ച് അതിന്റെ ആഴം നോക്കിക്കൊണ്ടിരുന്ന ഇറാൻ ശരിയായ സമയം നോക്കി ഇപ്പോൾ ടെൽ-അവീവിൽ ഇറങ്ങി അടിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, സുറാക്ക എന്നൊരു ഹോസ്പിറ്റൽ, ഇത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി, ഈ ആശുപത്രിക്കെതിരെയും ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ആശുപത്രിയിൽ അറ്റാക്ക് നടത്തി, എന്തിനീ ആശുപത്രിയിൽ അറ്റാക്ക് നടത്തി എന്നുള്ളത് ഇപ്പോഴും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അടുത്ത റാമത്ത് ഖാൻ എന്നൊരു പ്രദേശം, ഇത് ഈസ്റ്റ് ടെൽ-അവീവ് പ്രദേശത്താണുള്ളത്. അവിടെയും നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വാർത്ത വന്നയുടനെയാണ് ടെൽ-അവീവിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് 3% ഇടിഞ്ഞത്. അതുമാത്രമല്ല, കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇസ്രായേൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഇസ്രായേൽ പല കോടി രൂപയാണ് അവരുടെ വ്യോമ പ്രതിരോധത്തിന് വേണ്ടി തന്നെ ചിലവാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാന്റെ ഒരു 7 മിസൈൽ 10 മിസൈൽ വന്നത് പോലും ഇസ്രായേലിനെ കൊണ്ട് തടയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, CNN റിപ്പോർട്ടാണ് പറയുന്നത്. CNN റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. എന്തിനാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണത്തെ തടയാൻ ഇസ്രായേലിനെ കൊണ്ട് സാധിക്കുന്നില്ല, അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പൊ പിന്നെ ആരാണിനി ഇടപെടേണ്ടത്, കളമിറങ്ങേണ്ടത്? അമേരിക്ക പെട്ടെന്ന് തന്നെ ഇടപെടണം. അമേരിക്കയുടെ താഡ് വീണ്ടും പല എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം അകത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇസ്രായേലിനെ കൊണ്ട് ഇനി ഇറാന്റെ അറ്റാക്കിനെ തടയാൻ സാധിക്കൂ എന്നുള്ള ഒരു സ്വരം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നന്നായി ചിന്തിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിനെ കൊണ്ട് ഇറാന്റെ അറ്റാക്കിനെ തടയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷെ ഇറാൻ അവിടെ എല്ലാം വളരെ സൂക്ഷ്മമായി ചെയ്യുന്നുണ്ട്, കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. 200 മിസൈൽ അയച്ചു, പിന്നീട് 100ആയി, 70ആയി, 30ആയി മാറുന്നു. ഈ 30 7ആയി മാറി, ഇതിപ്പോ ഒരു 10 മിസൈൽ വന്ന് നിൽക്കുകയാണ്. ഇറാൻ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ പദ്ധതി എന്താണ് എന്നുള്ളതൊക്കെ ഒരു മിസ്റ്ററി തന്നെയാണ്. ഒരുപാട് സർപ്രൈസ് ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇപ്പൊ പുതിയ മിസൈൽസ് അയച്ച് ഇതാണ് ഞങ്ങളുടെ മിസൈൽസ് എന്ന ഒരു ഫോട്ടോസ് പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു സംസാര വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇറാൻ ഇത്രയും ദിവസം സാമ്പത്തിക ഉപരോധം നൽകി നമ്മൾ ഒറ്റപ്പെടുത്തിയിരുന്നു.
അവരുടെ പക്കൽ ഷാഹിദ് 136 ഡ്രോൺ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില മിസൈൽസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ച സമയത്ത്, ഫട്ട പോലുള്ള മിസൈൽസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതീക്ഷിച്ച സമയത്താണ് സെയ്ജൽ മിസൈൽ നേരിട്ട് അറ്റാക്കിനായി അവർ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഇസ്രായേലിന്റെ പരമാധികാരത്തിനെതിരെയുള്ള ആക്രമണമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഭീരുക്കളെ പോലെ വന്ന് അറ്റാക്ക് നടത്തിയ ഇറാനെതിരെ, ആശുപത്രിയിലൊക്കെ അറ്റാക്ക് നടത്തിയ ഇറാനെതിരെ ഇസ്രായേൽ തീർച്ചയായും കർശനമായ നടപടി സ്വീകരിക്കും. അയത്തുള്ള ഖമേനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായി ഇത് മാറും എന്ന് ഇതിനിപ്പോൾ വലിയ രീതിയിൽ വിമർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഇസ്രായേൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നോക്കിയാൽ, ഇറാഖിലെ ന്യൂക്ലിയർ റിയാക്ടർ അറാഖ് എന്നൊരു സ്ഥലത്ത് ന്യൂക്ലിയർ റിയാക്ടറിൽ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ അറാഖ് എന്നത് കീ കോമ്പണൻസ് ഇൻ പ്ലൂട്ടോണിയം പ്രൊഡക്ഷൻസ് ആണ്. ഇത് അറാഖിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരം ഒരു സൈറ്റിൽ ഞങ്ങൾ ആക്രമണം നടത്തി. വ്യക്തമായി ഇറാനെതിരെയുള്ള ഒരു വലിയ ആക്രമണമായി ഇത് മാറുമെന്നും അവർ പറഞ്ഞു. ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്മെന്റ് സയൻസ് നഥാൻസ് എന്ന പ്രദേശത്ത്, അതുപോലെ ബാലിസ്റ്റിക് മിസൈൽസ് എയർ ഡിഫൻസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി, റഡാർ സിസ്റ്റം ആൻഡ് മിസൈൽ സ്റ്റോറേജ് സൈസ്, ഇവിടങ്ങളിലെല്ലാം ഞങ്ങളുടെ ആക്രമണം വലിയ രീതിയിൽ ഉണ്ടായിരുന്നുവെന്നും ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് അവരുടെ ഒഫീഷ്യൽ പേജിൽ അറിയിച്ചു. അപ്പോൾ അറാഖ് പ്രദേശത്തുണ്ടായ ഒരു ആക്രമണം എന്നത് ഇറാന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇസ്രായേൽ ഇത് വലിയൊരു രീതിയിൽ വിജയമായി ആഘോഷിക്കുന്നുണ്ട്. കൂടാതെ ഇറാന്റെ വലിയൊരു അറ്റാക്കിൽ ഇസ്രായേലിന്റെ ആശുപത്രികളും അവിടെ ഇരയായി. ബ്രിട്ടീഷിന്റെ വിമാനവാഹിനി കപ്പൽ HNS ക്യൂൻ എലിസബത്ത് ഇപ്പോൾ സ്വേസ് കനാൽ കഴിഞ്ഞ് അകത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. ഏതാണ്ട് 20-ലധികം വിമാനങ്ങൾ ഈ ക്യൂൻ എലിസബത്തിലുള്ളതായി പറയപ്പെടുന്നു. അപ്പോൾ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുമ്പോൾ ഇതിനകം തന്നെ അമേരിക്കയുടെ 3 എയർക്രാഫ്റ്റ് കാരിയർ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അതുപോലെ UK-യും അവരുടെ എയർക്രാഫ്റ്റ് കാരിയർ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം അവരുടെ വിമാനങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. ഇന്നലെയാണ് UK-യിൽ കോബ്ര മീറ്റിംഗ് നടന്ന് അവസാനിച്ചത്. ഒരുപക്ഷെ ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ UK പ്രവർത്തിക്കേണ്ടി വരും. ആ സമയം നമ്മൾ എല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ സഹായിക്കണമെന്ന് UK പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചതായി വാർത്തകൾ പുറത്തു വന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ സംഭവിക്കുന്ന പല ആക്രമണങ്ങൾ അവിടെ മറച്ചു വയ്ക്കപ്പെടുകയാണെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു വാർത്ത വന്നു. ഇന്ത്യയുടെ നാവികസേന എടുത്ത ഒരു വീഡിയോ ആയിരുന്നു അത്. അതിൽ ഇസ്രായേലിനുള്ളിൽ എങ്ങനെ ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈൽസ് ചെന്ന് ആക്രമണം നടത്തുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. വലിയ തോതിൽ ഇപ്പോൾ വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു ആക്രമണം, അതായത് ഇറാനിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർക്കെതിരെയുള്ള ഒരു ആക്രമണത്തിൽ ഇന്ത്യയിലെ 5 ഇന്ത്യക്കാർ ബാധിക്കപ്പെട്ടിരുന്നു. 110-ലധികം ഇന്ത്യക്കാർ ഇപ്പോൾ സുരക്ഷിതരായി ഇന്ത്യയിലേക്ക് തന്നെ തിരികെ വന്നിട്ടുണ്ട്. ഇനിയും പല ഇന്ത്യക്കാരെ ഇറാനിൽ നിന്നും തിരികെ കൊണ്ടുവരാനുള്ള ജോലികൾ ഇന്ത്യൻ സർക്കാർ എടുക്കുന്നുണ്ട്. ഏതാണ്ട് 13 ഇന്ത്യക്കാർ 6 അഫ്ഗാനിസ്ഥാൻസ് ഇവരെ മൊസാദ് ഏജൻസ് ആണെന്നും പറഞ്ഞ് ഇറാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 13 ഇന്ത്യക്കാർ ഉണ്ടെന്നുള്ളത് നമുക്കൊരു വലിയ ഞെട്ടലാണ്. അതുമാത്രമല്ല, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കൊക്കെ നാളെ വധശിക്ഷ നൽകുമെന്നും ഇറാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം മൊസാദ് ഏജൻസിനെ വേട്ടയാടുക എന്നുള്ളത് ഇറാന്റെ ഒരു പ്രാഥമിക കടമയായി തന്നെ കാണുകയാണ്. ഏകദേശം 7-ലധികം ബിൽഡിംഗ്സിലാണ് ഇറാന്റെ ഈ ഒരു ആക്രമണം വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിച്ചത്. അതും ഇസ്രായേലിനുള്ളിൽ 7-ലധികം ബിൽഡിംഗ്സ്, ഒരുപാട് മനുഷ്യർ, ഒരുപാട് നാശനഷ്ടങ്ങൾ ഇറാൻ നൽകുന്നു, ആശുപത്രി അറ്റാക്ക്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് തീർച്ചയായും ഇസ്രായേലിന്റെ ഈഗോയെ തന്നെ ടച്ച് ചെയ്തിട്ടുണ്ടാകും. ഇസ്രായേൽ വീണ്ടും വലിയൊരു ആക്രമണത്തിന് തയ്യാറായി വരുന്നുണ്ടാകും. ഈ ആക്രമണത്തിന് ചില രാജ്യങ്ങൾ, US, UK പോലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടും ശാശ്വതമായി ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ ഇന്ന് രാത്രി ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു ആക്രമണം സംഭവിച്ചാൽ ഇറാൻ അതിനെ തടസ്സപ്പെടുത്തുമോ, അല്ലെങ്കിൽ മറ്റൊരു സർപ്രൈസ് ഇറാൻ നൽകുമോ? ഇതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. മൊത്തത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളിപ്പോൾ അറിഞ്ഞു. വീണ്ടും തുടർച്ചയായി അപ്ഡേറ്റ്സ് അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വോയിസ് ഓഫ് വിക്കി എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.